ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പഴം പ്രഥമനാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പ്രഥമനാണിത്. മധുരമല്ല, കുറച്ച് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചാൽ പോലും നമ്മളിത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുടിക്കാൻ തോന്നും. അത്രക്കും ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പം ഈ ഒരു പഴം പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം എടുക്കുമ്പം കുറച്ച് പഴുത്ത പഴം എടുക്കണം. ഇതുപോലെ തൊലിയൊന്ന് കുറച്ച് കറുപ്പുള്ള പഴം തന്നെ എടുക്കാം. ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴവും അതുപോലെ ഒരു ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമുക്കാദ്യം ഈ ഒരു 2 വലിയ നേന്ത്രപ്പഴം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ഈ ഒരു ചെറിയ നേന്ത്രപ്പഴം നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച 2 നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഒരു പാനിലേക്ക് ഞാൻ പഴം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക. പഴം ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ വേവിച്ചെടുക്കണം. ഈ ഒരു പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. അതുവരെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വെന്ത് ഉടഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത പഴം എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഴത്തിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു സ്പൂണാറ്റം വെച്ച് നമ്മളിതിനെ ഉടച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇപ്പം പഴം നന്നായിട്ട് വെന്ത് വെള്ളയിലൊന്ന് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള വെള്ളം നമ്മളിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ ഈ ഒരു പഴത്തിലേക്ക് മിക്സ് ആയിക്കോളും. അപ്പോൾ ഞാൻ മുഴുവൻ പഴവും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പഴം നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം പഴം ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 300 ഗ്രാം ശർക്കര നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മധുരമുള്ള പായസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം ശർക്കര എടുത്താൽ മതി. 250 മുതൽ 300 ഗ്രാം ശർക്കര വരെ നമുക്ക് ഈ ഒരു പായസത്തിന് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഈ ഒരു പാനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മുടെ പഴം ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പം പഴത്തിൻ്റെ ചൂട് ചെറുതായി ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട്, പ്രശ്നമില്ല. നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പഴം അടിച്ചെടുക്കുമ്പം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര നന്നായി ഉരുകി ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ശർക്കര നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. നമ്മൾ ആദ്യം നല്ലൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഈ ഒരു പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ ഒരു നെയ്യിലേക്ക് നമ്മൾ അടിച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസം ഉണ്ടാക്കാൻ നിങ്ങളടുത്ത് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ അടുത്ത് ഉരുളി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാനാണിത്. അപ്പം നിങ്ങൾ ഈ ഒരു പായസം തയ്യാറാക്കുമ്പോൾ നല്ല കട്ടിയുള്ളൊരു പാനിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പഴം മുഴുവനും ഈ ഒരു നെയ്യിലിട്ടിട്ടുണ്ട്. ഈ ഒരു നെയ്യിലിട്ടിട്ട് നമുക്ക് ഈ ഒരു പഴത്തിന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പഴത്തിലുള്ള വെള്ളയില നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമ്മൾ ഈ ഒരു നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പഴവും നെയ്യും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൈയെടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു പഴവും ശർക്കരപ്പാനിയും നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്താൽ മതി.
ഈ ഒരു ശർക്കരപ്പാനി പഴത്തിൽ നന്നായിട്ട് മിക്സായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇത് തിളച്ചൊന്ന് കുറുകി വരണം. ഇപ്പം നമ്മുടെ ഈ ഒരു പായസം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു രണ്ടാം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടോ വെക്കാം. കാരണം ഈ ഒരു 2 കപ്പ് പാലും ഒന്ന് കുറുകി വരണം. അപ്പോൾ കുറുകി വരാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് തീയൊന്ന് കൂട്ടി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഈ ഒരു പായസത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു തേങ്ങാപ്പാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇളക്കണമെന്നില്ല. കാരണം ഇത് വറ്റി വരാൻ കുറച്ചധികം സമയം എടുക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട് പായസം തയ്യാറാക്കുമ്പം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളത്. പക്ഷേ ഇതിൽ രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഈ ഒരു രണ്ടാം പാൽ വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ സമയം എടുക്കും. അപ്പം ഇടയ്ക്കിടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ പാലൊന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരുപാട് വറ്റി വരാനുണ്ട്. ഇതൊന്ന് വറ്റി കുറുകി വരണം. അതുവരെ നമ്മൾ ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കുക. ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഒരു പാലും ഈ ഒരു പായസത്തിലേക്ക് മിക്സ് ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു പായസം ഒന്ന് കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഈ ഒരു തേങ്ങാപ്പാൽ ഈ ഒരു പായസത്തിൽ നന്നായിട്ട് മിക്സായിട്ട് തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചുക്കുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ചെറുതായി കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു പഴം നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പഴം ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിനെ ചെറുതായി ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പഴം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴം നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പഴം ഇങ്ങനെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത്, പായസം കുടിക്കുന്ന സമയത്ത് ഈ പഴം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുന്തിരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം പായസത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ ഈ ഒരു പായസം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു പഴയെല്ലാം കടിക്കാൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.